നേത്രരോഗശാന്തിക്ക് പേരുകേട്ടതും കേരളത്തിലെ 108 ദേവീക്ഷേത്രങ്ങളിൽ പ്രശസ്തവുമായ തളിപ്പറമ്പ് ബക്കളം നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ പരിസമാപ്തി. 3 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിനാണ് ഞായറാഴ്ച സമാപനമായത്. നൂറുകണക്കിന് ഭക്തരാണ് തിടമ്പ് നൃത്തം ദർശിക്കാൻ എത്തിയത്. ബക്കളം നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണ്. നൂറുകണക്കിന് തീർത്ഥാടകരും ഭക്തരും ഇവിടെ സന്ദർശിക്കുകയും അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഞായറാഴ്ചയാണ് ഭക്തിസാന്ദ്രമായ പരിസമാപ്തിയായത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്ന് നെല്ലിയോട്ടേക്ക് ഘോഷയാത്ര നടന്നു. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ വിശേഷാൽ പൂജകളും ഊട്ടുപുര സമർപ്പണവും നടന്നു. രാവിലെ 11 മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ PV സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്റർ ഊട്ടുപുരയുടെ സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്ററും കമ്മീഷണർ ബിജുവും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ബോർഡിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളുടെ മൊത്തം വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ദേവസ്വം ബോർഡിന് നൽകുന്ന അംശാദായമാണ്. ആ അംശാദായം പല അമ്പലങ്ങളും തരാറുമില്ല. അതുകൊണ്ട് വളരെ പരിമിതമായ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകളേറെ സഹിച്ചുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലും മലബാറിലെ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുന്നതിൽ, മലബാറിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കാര്യങ്ങളിൽ പരിഷ്കരണം നടത്തുന്നതിൽ, മലബാറിലെ ക്ഷേത്രങ്ങൾക്ക് അനുവദിക്കുന്ന ഗ്രാൻറ്റുകളുടെ കാര്യത്തിൽ ആ ഗ്രാൻറ്റുകൾ നൽകുന്നതിൽ എല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ളത്. ട്രസ്റ്റി ചെയർമാൻ സജി ഭാസ്കർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വൈഗിരി ഭജന സമിതി നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗിരിജ ടീച്ചറെ OK വാസു മാസ്റ്റർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ രജീന്ദ്രൻ P നന്ദി പറഞ്ഞു. സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രസാദ സദ്യ, 5 മണിക്ക് തായമ്പക, വൈകുന്നേരം 6-ന് ഉത്സവം എഴുന്നള്ളിപ്പ്, ദീപാരാധന, ശ്രീഭൂതബലി, പഞ്ചവാദ്യം, തിടമ്പ് നൃത്തം എന്നിവയും നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി.
ക്ഷേത്രത്തിലെ തിടമ്പ് നൃത്തം ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്.